3MS ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അവിടെ നിങ്ങളെ സ്കൂളിലെ സ്ഥാപനത്തിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്നുള്ളത് കൊടുക്കുക. OTP വരുന്നത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. 6 അക്ക നമ്പറായിരിക്കും OTP. ഇവരുടെ 090-790. അത് അടിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ നമ്മൾ എഗ്രിമെൻ്റ് ഒക്കെ ചെയ്ത് ഇതിലേക്ക് ഒരു പൊസിഷനിലേക്ക് എത്തും. അത് അലോ ചെയ്യുക. അപ്പോൾ നമ്മളെ സ്ഥാപനത്തിൻ്റെ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ബാനർ ഇവിടെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്താൽ സ്ഥാപനത്തിൽ നിന്ന് വന്നിട്ടുള്ള നോട്ടീസുകളും മെസ്സേജുകളൊക്കെ ആദ്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നമുക്ക് ലൈവ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരിക. ഇവിടെ കുട്ടിയുടെ ഫീസ് സംബന്ധമായിട്ടുള്ളതും അതേപോലെ തന്നെ ഫീസ്, എക്സാം ഫീസ്, അതർ ഫീസ് ഒക്കെ ആയിട്ട് സ്ഥാപനത്തിൽ കുട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഉണ്ടാകുക. ഇവിടെ ടൈം ടേബിൾ ഉണ്ടാവും. ടൈം ടേബിൾ ഓരോ ക്ലാസ് സംബന്ധമായിട്ടുള്ള ടൈം ടേബിൾ. അതേപോലെ താഴെ നോട്ട്സുകളാണ്. സ്കൂളിൽ നിന്ന് നോട്ട്സോ ഇനി വാട്സപ്പിലോ മറ്റിലോ കാത്തിരിക്കേണ്ടതില്ല. ഒക്കെ ആപ്പ് വഴിയായിരിക്കും വരിക. അതിൽ നോട്ടുകളുണ്ടാവും, തയ്യാറാക്കി അയക്കുന്ന നോട്ടുകൾ. അതേപോലെ ഹോംവർക്ക്, അതിൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരും. അതിന് താഴെ ഓരോ പീരീഡുകളിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാവുക. അതിൽ ആ സബ്ജക്റ്റ് ടീച്ചറെ കോൾ ചെയ്യാനും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഡയറി ആക്ടിവിറ്റി ഷീറ്റ് ഇവിടെ പെൻഡിങ് ആയി കിടക്കുകയാണ്. ടീച്ചേഴ്സ് എന്ന ആക്ടിവിറ്റി ഷീറ്റ് ഫില്ല് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ഈ കോളത്തിൽ കാണും. അപ്പോഴാണ് അതിനുള്ള റിപ്ലൈ ചെയ്യുക. എന്നിട്ട് സൈൻ എന്നുള്ളത് അടയാളപ്പെടുത്തിയതിന് ശേഷം അപ്ഡേറ്റ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റി ഷീറ്റ് ടീച്ചേഴ്സിന് ക്ലാസ് ടീച്ചർക്ക് അവൈലബിൾ ആകും. താഴെ ക്ലാസ് ടീച്ചറെ ബന്ധപ്പെടാനുള്ള നമ്പറാണ്, കാര്യങ്ങളാണ്. അതിൽ ക്ലാസ് ടീച്ചർ എന്നുള്ള ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറുടെ ഡീറ്റെയിൽസുകൾ കാണാം. ശേഷം താഴെ ക്രിയേറ്റ് ലീവ് റിക്വസ്റ്റ് എന്നുള്ളതിൽ ലീവ് റിക്വസ്റ്റ് ചെയ്യാം. ഇന്ന് കുട്ടി ലീവ് ആണെങ്കിൽ നാളെ കുട്ടി ക്ലാസ്സിൽ പോകുന്നതിൽ മുൻകൂട്ടി ടീച്ചറെ അറിയിച്ചിട്ട് പെർമിഷൻ വാങ്ങുന്ന സിസ്റ്റമാണ്. അത് പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ശേഷം സെൻഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ക്ലാസ് ടീച്ചർക്ക് ഈ കുട്ടിയുടെ ലീവ് ലെറ്റർ പോകും. അതേപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണ് ട്രാൻസ്പോർട്ടേഷൻ വണ്ടി സൗകര്യം, അത് വാഹനം ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഡ്രൈവറുടെ പേര്, അതേപോലെ തന്നെ ഫീസ്. ബസ് ഡ്രൈവർ ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബസ് ട്രാക്കിംഗ് എന്നെടുത്ത് ഇവിടെ പച്ച കത്തും. അതിൽ ഡ്രൈവറെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ലൈവായിട്ടുള്ള. ബാക്കി താഴെയുള്ള കോളങ്ങളിലൊക്കെ അറ്റൻഡൻസ്, അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ. അതിൻ്റെ അടുത്ത ഫോൾഡറിൽ അക്കാഡമിക് ആയിട്ടുള്ള സ്ഥാപനത്തിൻ്റെ മൊത്തം വിവരങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസുകളും. അടുത്ത ഫോൾഡറിൽ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ, ക്ലാസ്സിൻ്റെ ഡയറി കാര്യങ്ങളൊക്കെയുള്ള ഫീസ് സ്ട്രക്ചർ. അതിനടുത്ത് ലീവ് റിക്വസ്റ്റ്, നമ്മൾ ലീവുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചേഴ്സിൻ്റെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഇവിടെ കാണാം. അതുപോലെ തന്നെ എക്സാമിൻ്റെ റിസൾട്ട്, പഠന സംബന്ധമായിട്ടുള്ള റിസൾട്ടും മെയിൻ എക്സാമിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് കാര്യങ്ങളിൽ ഏതെങ്കിലും പരിപാടികൾ, ഈവൻറ്റുകളിൽ കുട്ടി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ അച്ചീവ്മെൻ്റ്, അവിടെ നിന്ന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ലൈബ്രറിയാണ്, പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ ലൈബ്രറി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. സ്ഥാപനത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്കൂളിൻ്റെ ഗാലറി, ആക്ടിവിറ്റി, ഇത്രയാണ് ഇതിലുള്ളത്. ഇത്രയാണ് പേരൻസിനുള്ളത് അറിയാനുള്ള സംഗതി. ഇനി ഇതിൽ കാര്യമായിട്ട് പേരൻസിനുണ്ടാവുക ഒന്ന് ഫീസിൻ്റെ കാര്യമാണ്. ഫീസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അടയ്ക്കാനുണ്ടെങ്കിൽ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ തുറന്ന് നമ്മളൊരു ഫീസ് അടയ്ക്കുന്നു, പേ ചെയ്യുന്നു. ഇവിടെ നമ്മളതിൻ്റെ QR കോഡും അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ കാണും. അതനുസരിച്ച് നമ്മൾ UPI പേയ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ കാശ് കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൺഫേം പേയ്മെൻറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പിന്നീട് ഉണ്ടാവുക വ്യൂ എന്നുള്ളതാണ് ഉണ്ടാവുക. ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമ്മൾ കാണാം നമ്മുടെ പേയ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഓഫീസിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ തന്നെ വ്യൂ റെസിപ്റ്റ് എന്നുള്ളത് വരും. അവിടെ പോയാൽ നമുക്ക് അടിച്ചതിൻ്റെ റെസിപ്റ്റ് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ പൈസ അടച്ചതിൻ്റെ പേയ്മെൻറ്റ് സ്ലിപ്പ് റെസിപ്റ്റ് അവൈലബിൾ ആണ്. ഇതാണ് ഒരു ആക്ഷൻ ഉണ്ടാവുക. രണ്ടാമത്തതൊന്ന് ഉണ്ടാവുക ഡെയിലി ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് ഫില്ല് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട, ഫീഡ്ബാക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം. ഈ രണ്ട് കാര്യങ്ങളാണ് ദൈനംദിനം പേരൻസ് ആക്റ്റീവ് ആവേണ്ടി വരിക. അതേപോലെ തന്നെ കുട്ടികൾക്ക് നോട്ട്സോ ഹോംവർക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ തന്നെ വരും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്.